എന്താ പറ്റുമോ? ഒരു പ്രശ്നം അവസാനിപ്പിക്കാന്ന് കരുതി ഞാനൊന്ന് താന്നു തന്നപ്പോ നിനക്കെന്റെ തലേ കയറി നിരക്കണം അല്ലേ? ഞാൻ എത്ര വലിയ പ്രശ്നക്കാരനാണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ടാ നീ ഒരു ബഹുമാനമില്ലാതെ എന്നോട് സംസാരിക്കുന്നേ. നീ ആരാടാ? നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കിയ ഒരു ചെറ്റ. അത്രേ ഉള്ളൂ. അതിനെ ഇത്ര അഹങ്കാരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെങ്കിലും നീ കാണിക്കുന്ന വൃത്തികേടുകള് നാട്ടുകാർക്ക് മനസ്സിലാവും. അന്ന് അവരെല്ലാവരും കൂടി നിന്നെ തല്ലിക്കൊല്ലും. ആ ദിവസം വരെ മാത്രമേ നിന്റെ കാശിനും പദവിക്കും ആയുസുള്ളൂ. ഇതുപോലെ തന്നെ എന്റെ അവസാനം കാണുന്ന സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു നിന്റെ തന്ത. എന്നിട്ട് അവസാനം എന്തായി? ഞാനിവിടെ തന്നെ ഉണ്ട്. നിന്റെ തന്തയോ? ശത്രുക്കളെ തിരഞ്ഞെടുക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഈ കാര്യത്തിൽ തെറ്റ് സംഭവിച്ച നിന്റെ ജീവൻ വരെ നഷ്ടപ്പെടാം. മാധവന്റെ കാര്യം തന്നെ കണ്ടില്ലേ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ അച്ഛന്റെ പേര് ഉച്ചരിക്കരുതെന്ന്. പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരെ ചവിട്ടിയിട്ട് മനസ്സിലാക്കിപ്പിക്കില്ല എന്റെ രീതി. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ വീട്ടിൽ ഇവന് വേണ്ട വക്കീലെ. ഇയാളെ തലേ നമ്മുടെ കൈ നാറുകയുള്ളൂ. താനുമായിട്ടുള്ള പ്രശ്നം നിയമപരമായിട്ട് നേരിടാന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇതുപോലെ ഷോ കാണിച്ച് വന്നാണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല. ഇനി താൻ എന്റെ വീടിന്റെ പടി ചവിട്ടിയാ തന്നെ ഞാൻ പച്ചക്ക് കത്തിക്കും. കേട്ടോടോ? പോടോ. തനിക്കെന്തെങ്കിലും പറ്റിയോ? ഹേയ്, അപ്പോഴേക്കും എന്നെ രക്ഷിക്കാൻ എന്റെ ഹീറോ വന്നില്ലേ? എന്തായിരുന്നു ഒരു മാസം. ഞാൻ അല്ലെങ്കിലും മാസ. പിന്നെ ഗിരിയുടെ കൂടെ നടന്നപ്പോ അവൻ ഇച്ചിരി മാസിരിക്കട്ടെ എന്ന് കരുതി അടങ്ങി നടന്നേ. ആണോ? ആ, പിന്നെ അല്ലാതെ. എടോ, ഞാൻ ഭയങ്കര സംഭവല്ലേ. താ വാട്.